LDF നടപ്പിലാക്കിയത് കോൺഗ്രസ് BJP നയമല്ല ബദൽ നയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതുകൊണ്ടാണ് കേരളം അതിദാരിദ്ര്യമുക്തമായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിൽ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ അതിദാരിദ്ര്യമുക്തമാകാൻ ഇടയായത് എന്തുകൊണ്ടാണ് എന്ന് ജനങ്ങൾക്കാകെ അറിയാം. ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിലാണ് ഗവൺമെൻറ്. അവർ നടപ്പാക്കുന്ന നയം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാണ്. ഇപ്പോൾ കേരളത്തിന് ഈ 10 വർഷക്കാലം നല്ല പുരോഗതി ഉണ്ടായി എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. എല്ലാവരും അത് പറയുന്നുണ്ട്. ഇതിനെ എതിർക്കുന്ന UDF നേതാക്കൾ തന്നെ ചില സംഭാഷണങ്ങളിൽ സമ്മതിക്കേണ്ടതായി വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പോലും സമ്മതിച്ച ഘട്ടങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് LDFന് നാടിനെ ജനങ്ങൾ ആഗ്രഹിക്കും വിധം വികസനത്തിലേക്ക് നയിക്കാനായത്? LDF നടപ്പാക്കിയത് കേന്ദ്ര ഗവൺമെൻറ് അതേ നയമല്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും BJPയുടെയും അതേ നയമല്ല, ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയമല്ല. ഇപ്പോൾ വിവരങ്ങളുമായി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് സനോജ് ചേരുകയാണ്. സനോജ്, LDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ് കാഞ്ഞിരപ്പള്ളി. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ UDFന് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ള നിരവധി മണ്ഡലങ്ങളിലൊന്നായിരുന്നു കാഞ്ഞിരപ്പള്ളി. അവിടേക്കാണ് മുഖ്യമന്ത്രിയുടെ വരവ്. കോട്ടയം ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം തുടരുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ജനപങ്കാളിത്തം? ഏതൊക്കെ തരത്തിലുള്ള ഗൗരവമേറിയ രാഷ്ട്രീയ വിഷയങ്ങളാണ് മുഖ്യമന്ത്രി പ്രതിപാദിച്ചത് കാഞ്ഞിരപ്പള്ളിയിൽ? ശരത്തെ, കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും ഉൾപ്പെടുന്ന 2 മണ്ഡലങ്ങളിലെ പൊതുയോഗമാണ് കാഞ്ഞിരപ്പള്ളിയിൽ നടന്നത്. രാവിലെ 11 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയത്. ആയിരക്കണക്കിന് ആളുകളാണ് മുഖ്യമന്ത്രിയെ കേൾക്കാൻ ഇവിടേക്ക് എത്തിയത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ചതിനൊപ്പം എന്തുകൊണ്ട് വീണ്ടും തുടർഭരണം ഉണ്ടാവണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. അതിൽ മുഖ്യമന്ത്രി പ്രധാനമായും ഊന്നിപ്പറഞ്ഞത് കേന്ദ്ര സർക്കാർ വിറ്റ് തുലയ്ക്കാൻ വെച്ചിരുന്ന, തൂക്കി വിൽക്കാൻ വെച്ചിരുന്ന HNL, ആ HNL സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ആ HNLനെ സംസ്ഥാന സർക്കാർ കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന ഒരു സ്ഥാപനത്തിന് രൂപം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സ്ഥാപനമായി KPPL മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ റബ്ബർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ HNLൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് കേരള റബ്ബർ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് സർക്കാർ രൂപം നൽകിയിട്ടുള്ളത്. അങ്ങനെ കേന്ദ്ര സർക്കാർ വിൽപ്പനയ്ക്ക് വച്ച സ്ഥാപനം സംസ്ഥാന സർക്കാർ ലേലത്തിലൂടെ ഏറ്റെടുത്ത് നാടിൻ്റെ വികസനത്തിന് എങ്ങനെ ഗുണകരമാക്കി മാറ്റാമെന്നതിൻ്റെ കാഴ്ചപ്പാടോടുകൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ആ കാഴ്ചപ്പാട് ഉണ്ടാവാനുണ്ടായ കാരണമെന്ന് പറയപ്പെടുന്നത് തുടർഭരണം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സംരംഭവുമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ ഇടയാക്കിയത്. അത് ജനങ്ങൾ ഏറ്റെടുത്തു. ആ ഒരു വിശ്വാസം ജനങ്ങൾ സർക്കാരിന് നൽകി. അതിൻ്റെ ഭാഗമായിട്ടാണ് 2021 ചരിത്രം തിരുത്തിക്കുറിച്ചത്. ആ തിരുത്തിക്കുറിച്ച ചരിത്രം വീണ്ടും ആവർത്തിക്കുമെന്നും 2026 വീണ്ടും ആവർത്തിക്കുമെന്നും ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലെത്തുമെന്നും ജനങ്ങൾ ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ശരത്ത്, ശരി, സനോജാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.